ചിക്കൻ മസാല. എന്നിട്ടാ വേണ തരില്ല ഞാൻ, ഇത് ആർക്കും തരില്ല. ഇന്ദുന്റെ അടുത്ത കളി പൊളിച്ചു. അടിപൊളി അടിപൊളി പറഞ്ഞാ എടുത്തോ ഫോക്കസ് ആയില്ലടാ, കൊറേ ആയി. എന്താ നോക്കണ്? മണം വരുന്നുണ്ട്. മണം വന്നു. ഉഷാറന്നെ. ഇവിടെ ഹനുമാനല്ലേ, യദുമാനുണ്ട്. യദുമാൻ കൈണ്ട്. എന്താ പ്രോഗ്രാം ഒക്കെ? എന്താ പറയുക, ഫുഡ് കഴിക്കാട്ടോ. കഴിഞ്ഞ തവണ 12 മണിക്കാണ്, ഇപ്പൊ 8:30 ആയിട്ടുണ്ടോ. ഫുഡ് കഴിക്കാൻ വരേണ്ടവർ അത്രയും പെട്ടെന്ന് ഇവിടെ വന്നിരിക്കേണ്ടതാണോ? ലാലേട്ടാ വയറ് തള്ളി പിടിക്ക്, ഉള്ളി പിടിക്ക്. ഞാൻ ഒരു വാർത്ത കേട്ടു, ഐഫോൺ എടുത്തു സംഭവിച്ചു പോയി. തളരരുത് രാമൻകുട്ടി, തളരരുത്. എടുത്തോ. എന്താ ഗോകുലേ നോക്കിക്കൊണ്ട് ഒഴിക്കണ്ടേ? எதுக்குடா இங்க வந்த? ஏன்டா என்ன டென்ஷன் பண்ற? எங்க பார்த்தாலும் நீ. ഓ ഇവന്റെ ഒരു കാര്യം. നിന്നെ ഞാനിന്ന് കൊല്ലോടാ കുരുത്തം കെട്ടവന്. ഞാൻ ദിൽദാഖ് തമ്മിൽ തീറ്റ മത്സരം നടത്തുമ്പോള് ചപ്പാത്തി വായിച്ചേട്ടൻ ജയിച്ചിരിക്കുന്നു. 16 ചപ്പാത്തി തിന്നതിന് സമ്മാനമായി ഒരു ചപ്പാത്തി. അതെ. ഐഫോൺ എടുത്താൽ ഓക്കെ. പ്രിയ സ്നേഹികളെ, അപ്പം നമ്മൾ 2 ടീമാണ് ഇവിടെ ഉള്ള ആൾക്കാരിൽ വെച്ച് 2 ടീമാക്കിയിട്ടുണ്ട്. അപ്പൊ 2 ടീമിലെ ആൾക്കാരെ അംഗങ്ങളൊന്ന് ആരൊക്കെയെന്ന് പറയാം. അപ്പൊ അതിന് ടീമിന്റെ പേര് എന്ന് അനൗൺസ് ചെയ്യാം. ഫസ്റ്റ് ടീമിന്റെ പേര് ബാസുര, രണ്ടാമത്തെ ടീം വെറും സുര. ടീം ബാസുരയിലുള്ളത് ടീം ലീഡർ നമ്മുടെ രോമാഞ്ച കഞ്ചുകനായ വൈശാഖട്ടൻ, നമ്മുടെ യദുമാൻ കൈൻഡ്, പട്ടായ സുജിത്ത്, അനു ചെറായ, അഭിനേത്രിയും നർത്തകയും ആയിട്ടുള്ള എഴുത്തുകാരിയുമായ ജ്യോതിച്ചി, ആഗ്രഹ പ്രദേശത്തിലെ ദിൽരു, പിന്നെ നമ്മുടെ ഗൂഗിൾ പേ, നമ്മുടെ ഹർഷയുടെ പകു, പിന്നെ യദുവിന്റെ കൂടെ വന്ന യദു പയ്യൻ, പിന്നെ അമ്മായി, പിന്നെ സർവോപരി ഞാൻ തന്നെ, നമ്മുടെ വിഭീഷണന്റെ ചേച്ചി സന്ധ്യജി, ഈ നമ്മുടെ ഈ ശബ്ദത്തിൽ ജോയിൻ ചെയ്ത നമ്മുടെ ന്യൂ കമർ ആയിട്ടുള്ള ജയലേഷ്, ഐശ്വര്യ സുജിത്ത്, പിന്നെ നമ്മുടെ നർത്തകി, അഭിനേത്രി, പാട്ടുകാരി എല്ലാമായിട്ടുള്ള അപ്കമിങ് കലാതിലകമായിട്ടുള്ള ഇന്ദുലേഖ, ഗായികയായിട്ടുള്ള ഹർഷ, ഋഷമ്മായി. ഇതാണ് ടീം വെറും സുര.
പീക്കുവിനെ സുരയിലിടും. വെറും സുരയില് ആ മാമനുണ്ട്. കണ്ണന്. ആരാണ് ടീം ഇട്ടത്? മാമനെ ഇരിക്കുക. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായിട്ട് ആധികാരികമായിട്ട് സംസാരിക്കുന്നത് നമ്മുടെ വിശിഷ്ട ടീം ലീഡർ ആയിട്ടുള്ള വൈശേഖരനെ ഹലോ, എല്ലാവർക്കും നമസ്കാരം. അവരുടെ ഓപ്പോസിറ്റ് ടീം ലീഡർ ആരാ? ബിഷോട്ടൻ. ഒരു സൗഹാർദ്ദപരമായ മത്സരത്തിന് തയ്യാറാണോ? പിന്നെ ഗെയിംസ് എന്താണെന്നൊന്നും അറിയില്ല, അത് നമ്മുടെ സൂരജിന്റെ കയ്യിലാണ്. എന്തെല്ലാം ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. സെപ്പറേറ്റ് ചെയ്ത ടീം അനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ജോയിൻ ചെയ്യുക. അപ്പൊ എല്ലാരും നമ്മുടെ ടീമിലുള്ളവരൊക്കെ എല്ലാം ഉഷാറായിട്ട് പ്രയത്നിക്കാം. ഓക്കെ, ഈ രണ്ടുപേർക്ക് സംസാരിക്കാനായിട്ട് നമ്മുടെ വെറും സുര ടീം ലീഡർ ആയിട്ടുള്ള വിബീഷ്. എന്താ പറയേണ്ടത് എനിക്കറിയില്ല. എന്നാണ് പോന്നോ? നമുക്ക് കളിക്കാം. നമ്മളെ കളിച്ച് കാണിച്ചു കൊടുക്കും പറയും. കളിച്ചിട്ടില്ലേ ചേച്ചി കാണിച്ചു കൊടുക്കും. നമ്മള് ഗെയിം തുടങ്ങിയില്ലേ? സന്ദേശിച്ചു. അത് തൊണ്ടക്കുഴി ഇറിവിയെന്നോ ഞാൻ അനുഭവിച്ചോ? ഒരെണ്ണം അതിന്റെ ഓപ്പോസിറ്റ് ഉണ്ട്. തുടങ്ങാൻ പോകുന്നു. റെഡി, 1 2 3 സ്റ്റാർട്ട്. കല്ല് കല്ല് കട്ടുന്നത് കൂട്ടിമുട്ടുമ്പോ വേഗം വേഗം. അതും അതും പ്ലെയിനാ. നെക്സ്റ്റ് ഗെയിം. റെഡി, 1 2 3. അതെ, 1 2 3 പറയട്ടോ. 1 2 3 പറയട്ടോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, ലാസ്റ്റ് ചാൻസ്. 1 2 3 സ്റ്റാർട്ട്. അച്ഛന് അവസരം കൊടുത്തു. അവസാനത്തെ 2 2 3 സ്റ്റാർട്ട്. കളി എന്താന്ന് പറയും? കളി ഇത് തലയിൽ വെക്കില്ലേ? സ്വന്തം തലേത്തെ പോകാതെ മറ്റുള്ളവരെ തലേത്തെ എത്ര പേര് ഫസ്റ്റ് റൗണ്ട് എത്ര പേരാ ഇതിൽ കൊള്ളണ ആൾക്കാർ? സുര വെറും സുര തമ്മിലുള്ള അതിഭയങ്കരമായ പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ എന്തത് ഭർത്താവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ശ്രദ്ധിക്കണം. ഓക്കെ, സ്റ്റാർട്ട്. വാശിയേറിയ 4 ചെറുപ്പക്കാർ തമ്മിലുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. അതി ഭയങ്കരമായി മുന്നേറുന്നു. ടീം ബാസുര 100 പോയിന്റും
വെറും സുര 90 പോയിന്റ്. 10 മാർക്കിന്റെ വ്യത്യാസത്തിൽ ആ ഉദിക്കോ. അവിടെ തന്നെ വെച്ചാൽ നമുക്ക് ജയിച്ചിരിക്കുന്നു, ജയിക്കാറായിരുന്നു. ബഗ് ബഗ് അവരൊന്ന് അടിച്ച് താഴ്ത്തി വെച്ച് സെന്ററിലുള്ളവർക്ക് ആഘോഷിക്കാൻ വേണ്ടി ഞാൻ എല്ലാവരെയും ഗുഡ്